ആങ്കറിംഗ് രംഗത്ത് വർഷങ്ങളായി അനുഭവ സമ്പത്തുള്ള ജുവൽ മേരി സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആങ്കറിംഗിൽ സജീവമല്ലാതിരുന്ന ജുവൽ മേരി ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ. വിവാഹമോചനം, ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങൾ താൻ അതിജീവിച്ചു എന്ന് ജുവൽ തുറന്നു പറയുന്നു. 2015 ജുവൽ വിവാഹിതയായത്. ടെലിവിഷൻ പ്രൊഡ്യൂസർ ജെൻസൺ സക്രിയായിരുന്നു ഭർത്താവ്. താനിപ്പോൾ നിയമപരമായി വിവാഹമോചിതയാണെന്ന് ജുവൽ പറയുന്നു. ഞാൻ വിവാഹിതയായിരുന്നു, പിന്നെ ഡിവോഴ്സ് ചെയ്തു. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തു, പോരാടി ജയിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഡിവോഴ്സ് ആയിട്ട് 1 വർഷം ആകുതേയുള്ളൂ. 2021 മുതൽ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുകയായിരുന്നു. 2023 തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നും ജുവൽ പറഞ്ഞു. 3-4 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡിവോഴ്സ് ആണ്. അന്ന് കയ്യിൽ സ്റ്റാർ സിംഗർ ഒക്കെ ചെയ്തതിന്റെ കുറച്ച് പൈസയുണ്ട്. ഇനിയെങ്കിലും ലൈഫ് ആസ്വദിക്കണം, എനിക്കൊന്ന് സന്തോഷിക്കണം എന്ന് കരുതി. അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ വന്നു. കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു. തിരിച്ചു വന്ന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് 7 വർഷത്തിന് മുകളിലായി തൈറോയിഡ് പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ ഇന്റേണൽ ഡ്രോമയും PCOD തൈറോയിഡ് പ്രശ്നമുണ്ടായിരുന്നതിനാൽ റെഗുലർ ചെക്കപ്പിന് പോയി. അന്ന് വരെ എനിക്കൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ചുമക്കുമ്പോൾ കഫം എക്സ്ട്രാ വരും. എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യണം. ഒരു സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ആളാണ്. അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കയ്യും കാലും തണുക്കാൻ തുടങ്ങി. കാരണം സ്കാൻ ചെയ്തവരുടെ മുഖം മാറുന്നുണ്ടായിരുന്നു. എനിക്കൊരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലുറങ്ങിപ്പോയി. അത് വേണ്ട എന്ന് ഞാൻ. ഭയങ്കര പേടിയായിരുന്നു. ഇല്ല മാഡം, അത് എടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്ന് തന്നെ ബയോപ്സി എടുത്തു. ഡോക്ടർ എനിക്ക് ഏകദേശം സൂചന തന്നിരുന്നു. 15 ദിവസം കഴിയും റിസൾട്ട് വരാൻ. അതോടെ ലൈഫ് സ്ലോ ആയി. റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടെ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി. അത് സ്വാഭാവികമാണ്. പിന്നെ എല്ലാം ശരിയായെന്ന് ജുവൽ മേരി വ്യക്തമാക്കി. ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ജുവൽ ഇപ്പോൾ. ആദ്യമായാണ് തന്റെ സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ജുവൽ മേരി തുറന്നു സംസാരിക്കുന്നത്. ജുവലിന്റെ ഇന്റർവ്യൂ വൈറലായ ശേഷം പരിചയക്കാരും ആരാധകരും എല്ലാം ജുവലിനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയും ആത്മവിശ്വാസവും പിന്തുണയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലർ താരം ഇപ്പോഴും ക്യാൻസർ ബാധിതയാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കുള്ള മറുപടി ഇൻസ്റ്റഗ്രാമിൽ പുതിയ വീഡിയോയിലൂടെ ജുവൽ നൽകി. ഒപ്പം അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന നാളുകളിലെ കുറച്ച് ഫോട്ടോകളും നടി പങ്കുവച്ചു. എന്റെ ആരോഗ്യത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും അന്വേഷിച്ച് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. 2023 എനിക്ക് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അതിൽ നിന്നും പൂർണ്ണമായും മുക്തയാണ്. എന്റെ ജീവിതം അതിന്റെ പൂർണ്ണ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് വളരെ നന്ദി. സ്നേഹം മാത്രം എല്ലാരോടും. 2023 ഉണ്ടായിരുന്ന അസുഖത്തെക്കുറിച്ച്, സർജറിയെക്കുറിച്ചും ഇപ്പോൾ എന്തിനാണ് വന്ന് പറയുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല. കാരണം അത് ഓർക്കാനോ അതോർത്ത് ഭയപ്പെട്ടിരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ളവരിൽ ചിലർക്ക് പിന്നീട് ഭയമായിരിക്കും. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ അസുഖം വീണ്ടും വരുമോ എന്ന് അങ്ങനെ പോലും ഞാൻ ചിന്തിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് വരും. ഇപ്പോഴുള്ളതാണ് ജീവിതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.